ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ഫാമിലി ആയിട്ടൊന്ന് പുറത്തൊക്കെ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നൊരു 7:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. കാരണം നമ്മൾ എത്തേണ്ട സ്ഥലത്ത് 11 മണിയുടെ ഉള്ളിൽ എത്തണം. അന്ന് 8 മണി തൊട്ട് 11 മണി വരെ നമുക്ക് അവിടേക്ക് എൻട്രി ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ മുന്നേ അവിടെ എത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഒരു 7:30 ആയപ്പോഴെങ്കിലും എണീറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയാകുമ്പോൾ ഒരു 8:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലോ എന്നുള്ളൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പം നമ്മളിതേ പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്ത് പെട്ടെന്നൊന്ന് ചടപടയെന്നൊന്ന് ഫ്രഷ് ആവലും കഴിഞ്ഞ് നമ്മൾ മാറ്റി ഒരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുക എല്ലാ വ്ളോഗിൽ ഈ ഒരൊറ്റ വെള്ള ചുരിദാർ മാത്രമേ ഉള്ളൂ എന്ന്. എന്ത് ചെയ്യാനാ, വേറെ ഡ്രസ്സുണ്ട്. അവിടേക്ക് ഷോളൊക്കെ ഉള്ള ഡ്രസ്സ് ഇടണം നിർബന്ധമുണ്ട്. ഹെയർ കവർ ചെയ്യണം. ഫുൾ സ്ലീവ് വേണമായിരുന്നു, പക്ഷേ ഫുൾ സ്ലീവ് ആയിരുന്നില്ല. അവിടെ എത്തിയിട്ട് പിന്നെ അവരവിടെ നിന്ന് നമുക്കൊരു ഫുൾ സ്ലീവൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇത് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ദോശയൊക്കെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 1.5 അവർ നമുക്ക് ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ അത് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇടയ്ക്ക് കുറച്ച് സമയം ഞാനൊന്ന് ഉറങ്ങി ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 24 ഇയേഴ്സ് എന്തോ ആയി വരാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത്ര നാളായിട്ട് ഇങ്ങനെ ഇത് പുറത്തുനിന്ന് ഇങ്ങനെ കാണാനല്ലാണ്ട് ഇതുവരെ ഇതിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കാണുന്ന ആ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പേര് ഗ്രാൻഡ് മോസ്ക് എന്നാണ്. അവിടെ മസ്കറ്റിലുള്ള ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ സംഭവം ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനാണ്. ഇവിടെ ഒമാനിലുള്ള ആൾക്കാർ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകേണ്ടതാണ്. അവിടെ ഫ്രൈഡേ അവിടെ ഇല്ല. ഫ്രൈഡേ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലും അവിടെ ഉണ്ട്. 8 തൊട്ട് 11 മണി വരെ തന്നെയാണ് അവിടെ എല്ലാ ദിവസവും അവിടെ എൻട്രി. പക്ഷെ അവിടേക്ക് പോകുമ്പോൾ ആകെ ഇതാണ്, നമ്മൾ ഹെയർ കവർ ചെയ്യാൻ ഷോൾ ഇട്ടിരിക്കണം, അതിന് കൈ ഫുൾ സ്ലീവ് ആയിരിക്കണം. അപ്പോൾ ആണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ലേഡീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസും കാര്യങ്ങളും. ചുരിദാർ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫുൾ കൈയുള്ള ഒരു ഡ്രസ്സും ഒരു ഷോളും ഉണ്ടായാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ്. ഒന്നും പറയാനില്ല. നമുക്ക് വീഡിയോയിൽ എടുക്കുമ്പോൾ നമുക്കിതിൻ്റെ ഭംഗി മനസ്സിലാവുന്നില്ല. നേരിട്ട് കാണാനുണ്ടല്ലോ അപ്പാര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാര ഭംഗിയാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ലേഡീസിനും മെൻസിനും വേറെ വേറെ ഇവർക്ക് പ്രയർ റൂംസ് വേറെ വേറെ ഉണ്ട്. അതിൻ്റെ രണ്ടിനകത്തും ഉള്ള ലൈറ്റ്സും കാര്യങ്ങളും അതിൻ്റെ കാർപ്പറ്റൊക്കെ ഭയങ്കര കൈകൊണ്ട് നീന്തതാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അത്രയും സൂപ്പറാണ് അതിൻ്റെ കാർപ്പറ്റും അവിടുത്തെ ലൈറ്റ്സും അതിനകത്ത് ആംബിയൻസ്. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ തോന്നുകയില്ല. അപ്പം അങ്ങനെ ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ എടുക്കുമ്പോൾ നമുക്ക് അത്ര പ്രൊഫഷണൽ വീഡിയോഗ്രാഫേഴ്സൊന്നും അല്ലല്ലോ